ചർച്ച നടത്തി. ഇപ്പോൾ ഇന്നലെ മിശ്രിയായിട്ട് കണ്ടു, ഇന്നിപ്പോൾ KC വേണുഗോപാലിനെ കാണുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാത്രമായിരിക്കുമല്ലോ ചർച്ചാ വിഷയം. സ്വാഭാവികമായിട്ടും കേരള തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അല്ല, ഇന്നലെ മസൂദ് മിസ്ത്രിയെ കണ്ടത് എല്ലാ MPമാരെയും കോൺഗ്രസ് MPമാരെയും അദ്ദേഹം കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടതാണ്. ബാക്കി MPമാരൊക്കെ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളന കാലത്ത് അവർ കണ്ടു. എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലെ എനിക്ക് സമയം തന്നു. ആ സമയം അനുസരിച്ച് ഇന്നലെ വന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടു. എൻ്റെ നിയോജകമണ്ഡലത്തിലെ പൊതുവായ കാര്യങ്ങൾ അദ്ദേഹം ധരിപ്പിച്ചു. കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് ധരിപ്പിക്കുകയുണ്ടായി. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്തു. ഇല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതുപോലെ തന്നെ മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളമോദി പത്രത്തിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ KPCC പോലെ അധ്യക്ഷ സ്ഥാനം പ്രധാനമായിട്ടും അത് ഒരു കീഴ്വഴക്കമുണ്ട്, നടപ്പിലാക്കണം, താൽക്കാലിക ചുമതല നൽകണമെന്ന് കേരളമോദിക്ക് ഇന്ന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്തായി പറയുന്നത്? അല്ല, ഞാൻ പുള്ളി ഇലക്ഷൻ അതോറിറ്റി ചെയർമാൻ ആയിരുന്നു പുള്ളി. ആ നിലയിലാണ് താൻ പറയുന്നു പറഞ്ഞത്. കേരളമോദി പത്രം ഞാൻ വായിച്ചില്ല. ഇപ്പം ഡൽഹിയിലായതുകൊണ്ട് കേരളമോദി പത്രം കാണാനിടയായില്ല. പത്രം വായിച്ചിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അഭിപ്രായം. അത് പാർട്ടി ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. KPCC അധ്യക്ഷന്മാർ മത്സരിക്കുമ്പോൾ പകരം മത്സരിക്കുന്ന കാലയളവിൽ പുതിയ താൽക്കാലിക ചുമതല കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. അത് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം എടുത്തോളും. അതല്ല ഉചിതമായ തീരുമാനം എന്ന് പറഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു സണ്ണി മാറില്ല, സണ്ണി മിടുക്കനായ പ്രസിഡന്റാണ്, സണ്ണി തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തുടരേണ്ട മാറ്റേണ്ട യാതൊരു സാഹചര്യമില്ലെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എങ്ങനെ പറഞ്ഞാൽ അത് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. ആ അഭിപ്രായം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി തീരുമാനമാണ്. സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ കീഴ്വഴക്കം ബാധകമാക്കാത്തതുകൊണ്ടാണ്. ഇല്ല, ഞാൻ പറഞ്ഞത് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആ തീരുമാനം പറഞ്ഞത് അതാണ് പാർട്ടിയുടെ തീരുമാനം. നിങ്ങളടക്കം കഴിവുള്ള എത്ര പേരുണ്ട്? അതല്ലല്ലോ, കഴിവിൻ്റെ കാര്യമല്ലല്ലോ പ്രശ്നം പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം. ഇല്ല, അതല്ലല്ലോ ഇവിടെ പ്രശ്നം. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ തൽക്കാലം KPCC പ്രസിഡന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, മാറ്റുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അതിന് മാറ്റേണ്ട എന്തൊക്കെ ആലോചിക്കാനുള്ള സമയമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പ്രസിഡന്റ് വരുന്നതും പോകുന്നതൊന്നും എനിക്കറിയില്ല. അത് അത്തരം കാര്യങ്ങളൊന്നും എന്നോട് സംസാരിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളിൽ മത്സരിപ്പിക്കാൻ വിടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അന്തർധാന. അപ്പോൾ ഈ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് കൊടുക്കുന്ന പറയുമ്പോഴും PC വിഷ്ണുവാണ് മത്സരിക്കും എന്നുള്ളത് ഷാഫി പറമ്പിലാണ്. ഭാവിയിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു വിവരവുമില്ല. നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിവരവും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ നിസ്സഹായനാണ് മറുപടി പറയാൻ എന്ന കാര്യം പറയുകയാണ്. അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ, അറിയാത്ത കാര്യം എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ താങ്കൾ ചോദിച്ചാൽ, ഇത്തരം മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ മറുപടി വ്യക്തമായ തൃപ്തികരമായ മറുപടി പറയാൻ എൻ്റെ കയ്യിൽ അതിനുള്ള ഒരു വിവരവും ഇല്ല. അല്ല, നിങ്ങളത് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയോട് ചോദിക്കാതെ അദ്ദേഹത്തെ നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, അദ്ദേഹം അല്ലേ അത് അധികാരം. ഞാൻ പാർലമെൻറ്റ് അംഗമാണ്, ലോക്സഭയിലെ ചീഫ് വിപ്പാണ്. എന്നോട് ലോക്സഭയിൽ മത്സരിക്കാൻ പറഞ്ഞ് ഞാൻ മത്സരിച്ച് ജയിച്ചു. ചീഫ് വിപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യവും പാർട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. ഇല്ല അത് കാരണം ലോക്സഭയിൽ മത്സരിച്ചു, ജയിച്ചു. ഇനി നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ഞാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. ആവശ്യപ്പെടട്ടെ, അപ്പോഴല്ലേ പറയുന്നത്. ഉച്ചകോടിക്കെതിരെ കോൺഗ്രസ് ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ്. രാഹുൽ ഗാന്ധി അടക്കം നല്ല വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂരിപ്പ് അതിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. അത്തരം ഓരോരുത്തരെ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്ന പ്രസ്താവനയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോയാൽ അത് ശരിയല്ലല്ലോ. അത് ഓരോരുത്തരും AI ബന്ധപ്പെട്ട വിഷയത്തിൽ തരൂർ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കണ്ടില്ല. എനിക്ക് കേൾക്കാത്തൊരു കാര്യം, അറിയാത്തൊരു കാര്യം നിങ്ങളിതെങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അറിയേണ്ടവരാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ അറിഞ്ഞില്ല, കണ്ടില്ല. അത് എന്താണ് പറഞ്ഞതല്ല പറഞ്ഞത്. അല്ല, ഇതൊരു വലിയ സംഭവമാണ്. അപ്പോൾ ചെറിയ പാളിച്ചകൾ ഉണ്ടാകാം, അതിനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മാത്രമല്ല, രാജ്യത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്കും അത് മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ സ്വയം ഇത് ഞാൻ കണ്ടില്ല. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. ഞാനും കൂടി അത് വായിക്കണ്ടേ. ഓക്കെ, താങ്ക് യു.